കുറേ നാളായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കുറച്ച് സമയം കിട്ടി ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തത്. നല്ല ഭംഗിയില്ലേ ഡിസൈൻ കാണാനായിട്ട്. നമുക്ക് റെഡിമെയ്ഡ് പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. സ്ലീവൊക്കെ കണ്ടില്ലേ, എത്ര ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ചെസ്റ്റ് പോർഷനിലൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് വൈറ്റ് ബീഡ് കൂടെ ഞാനിതുപോലെ എൻഡ് പോർഷനിലൊന്ന് കൊടുത്തിട്ടുണ്ടേ. ഈ ഒരു വർക്ക് നമുക്ക് ആരി വർക്ക് അറിയാത്തവർക്കും സാധാരണ നീഡിൽ വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ഡിസൈനല്ലേ, നല്ല ഭംഗിയില്ലേ അത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ. ഞാനിപ്പോൾ ചെറിയ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡീപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നെക്ക് ഡീപ്പ് കൂടുതൽ കൊടുത്തുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ എത്ര ഭംഗിയായിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് വർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ക്ലോത്ത് മടക്കുന്ന ഒന്ന് കാണിച്ചു തരാം. നമുക്ക് സാധാ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മടക്കുന്ന പോലെ ലെങ്ത് ഭാഗത്ത് നിന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കണ്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട ശേഷം ഒന്നും കൂടെ ഫോൾഡ് ചെയ്യണം. നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണവും നീളവും എല്ലാം നമുക്ക് അളന്ന് കൊടുക്കണമല്ലോ. ഇതുപോലെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കണം. ഞാനിപ്പോൾ ഈ വർക്ക് രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആരി നീഡിൽ വെച്ചും സാധാ നീഡിൽ വെച്ചും ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം ആരി വർക്ക് അറിയാത്തവർക്കും ചെയ്യണമല്ലോ. ഇനി നമുക്ക് എത്രയാണോ ഇതിൻ്റെ വണ്ണം അതിവിടെ ഒന്ന് അളന്നിട്ടാണ് ഈ നാലായിട്ട് ഫോൾഡ് ചെയ്തിടുന്നത്. ഞാനിവിടെ ഒരു 12 ഇഞ്ചാണ് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര വണ്ണം വേണോ അതിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നെക്കിൻ്റെ വൈഡ്, നെക്കിൻ്റെ ഡീപ്പ്, ഷോൾഡർ ഭാഗം എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നെക്കിന് വൈഡ് 4 ഇഞ്ച് കൊടുക്കുവാണ്. അധികം ഡീപ്പ് കൊടുക്കാതെ ചെറിയൊരു ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്. നെക്കിന് ഡീപ്പും 4 ഇഞ്ച് കൊടുത്തുകൊണ്ട് അതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ സാധാ കൊടുക്കുന്ന പോലെ 7 ഇഞ്ചാണ്. 4 ഇഞ്ച് നെക്ക് പോയിട്ട് 3 ഇഞ്ച് ഞാൻ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ 7 ഇഞ്ചിന് വേണ്ടിയിട്ട്. ആം ഹോളും ഷോൾഡർ മാർക്ക് ചെയ്ത പോലെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ചെസ്റ്റ് ലൈൻ 10 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അത് പോയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ലൂസും കൂടെ വിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ഈ ചെസ്റ്റ് ലൈനും നാം ഹോളും എല്ലാം ഒരു ഐഡിയ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനകത്തുള്ള വർക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി സെൻറ്റർ ഭാഗത്ത് ഷോൾഡർ മേളിൽ കണ്ടോ, ഷോൾഡർ ഭാഗത്ത് നിന്ന് ഞാനൊരു 15 ഇഞ്ച് താഴ്ത്തിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഈ വർക്ക് 15 ഇഞ്ച് ലെങ്തിൽ ഈ കോണുണ്ടല്ലോ, ആം ഹോളിൻ്റെ ഈ ഒരു സ്ക്വയർ മാർക്ക് ചെയ്ത കോണിലൊന്ന് ഈ 15 ഇഞ്ചിലോട്ട് ഇങ്ങനെ ഒന്ന് ലൈൻ കൊടുക്കുകയാണ് കേട്ടോ. ഈ ഷേപ്പിനാണ് വർക്ക് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഷോൾഡർ ഭാഗത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ എൻഡ് വരെ നമുക്ക് വർക്ക് കൊടുക്കാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞു തരാം. ഈ ഡിസൈനാണ് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് കണ്ടോ. ഇത് നമുക്ക് പേപ്പറിൽ വരച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ക്ലോത്തിലോട്ട് അപ്ലൈ ചെയ്യാം. അതിനു വേണ്ടി കണ്ടോ ഈ റൗണ്ട് മാർക്ക് ചെയ്തല്ലോ നെക്കിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇഞ്ചി ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് എളുപ്പത്തിന് പറഞ്ഞു തരുവാണേ. ഓരോ പോയിൻ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇഞ്ചി ടേപ്പിൻ്റെ ഓരോ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ പോയിന്റിൽ ഇങ്ങനെ മാർക്കിട്ട് കൊടുക്കുവാണ്. ഓരോ പോയിന്റിന് മാർക്ക് ഇടുവാണ്. ആ ഓരോ പോയിന്റിലാണ് ഞാൻ ഓരോ ലൈൻസ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇട്ടയ്ക്കുന്നുണ്ട്. നമുക്ക് അടുത്ത സൈഡിലും ഈ റൗണ്ട് നെക്ക് വേണമല്ലോ. ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്ത് അപ്പുറത്തെ സൈഡൊന്ന് തിരിച്ച് നമുക്ക് അതിൻ്റെ പുറത്തൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിവൃത്തി എടുക്കുമ്പോൾ ഈ ഡിസൈൻ കറക്റ്റായിട്ട് നമുക്ക് ഫുള്ളായിട്ട് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ വരയ്ക്കുന്നതിന് ഞാനിങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് ട്രേസ് ചെയ്താണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പോയിന്റ് മാർക്ക് ചെയ്തതിലൊന്ന് താഴോട്ട് ഇങ്ങനെ ലൈൻസ് കൊടുക്കണം. ഫസ്റ്റ് പോയിന്റിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ലൈൻ താഴോട്ട് കൊടുക്കുകയാണ്. നമുക്ക് നെക്ക് റൗണ്ട് കുറവും താഴോട്ട് ഏരിയ കൂടുതലായതുകൊണ്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് താഴോട്ട് വരുമ്പോൾ കുറച്ച് കൂടുതൽ സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞുള്ള ലൈൻ ഇതുവരെയുള്ളൂ കണ്ടോ. 2 ഇഞ്ച് നമുക്ക് ഈ നെക്ക് റൗണ്ടിലൊന്നൊന്ന് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓരോ ലൈൻസ് വിട്ട് വിട്ട് വരുമ്പോൾ ഈ 2 ഇഞ്ച് വരെ ഞാനിപ്പോൾ വർക്ക് കൊടുക്കുന്നുള്ളൂ. ഒരു ലൈൻ നമുക്ക് ഈ ഫുള്ള് ലൈൻ വരച്ച ശേഷം വർക്ക് കൊടുക്കും. അടുത്ത ലൈൻ ഈ 2 ഇഞ്ച്. അപ്പോഴത്തേക്ക് നമുക്ക് നെക്ക് റൗണ്ടിൽ ഇങ്ങനെ അടുപ്പിച്ചൊരു ഡിസൈൻ വരും.
കണ്ടോ, ഇത്രയും ഭാഗത്ത് നമുക്ക് നല്ല അടുപ്പിച്ച് വർക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഇഞ്ച് ഇങ്ങനെ മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് പോയിട്ട് ഈ ഒരു പോയിന്റ് സ്പേസ് ഒന്ന് മാറ്റി വിട്ട ശേഷം അടുത്ത ലൈനിൽ നമുക്ക് ഒന്നുകൂടെ വരച്ചു കൊടുക്കണം. കണ്ടോ, ഒരു പോയിന്റ് മാറ്റിയ ശേഷം അടുത്ത പോയിന്റിൽ നമുക്ക് താഴോട്ട് ഇങ്ങനെ സ്കെയിൽ വയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പേസ് കൂടുതലാണ് കൊടുക്കുന്ന. ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പേപ്പറിൽ ഫസ്റ്റ് ഒന്ന് വരച്ച ശേഷം ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ക്ലോത്തിൽ ഇങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു പോയിന്റ് വിട്ട് പിന്നെയും ഒരു ലൈൻ കൊടുക്കുവാണ്. ഓരോ പോയിന്റ് വിട്ടാണ് ഞാനിപ്പോൾ താഴോട്ട് ലൈൻ കൊടുക്കുന്നത്. ഈ ഇടയ്ക്കുള്ള പോയിന്റ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ 2 ഇഞ്ച് മാറ്റി റൗണ്ട് കൊടുത്തല്ലോ, അതുവരെ മാത്രമേ ഒരു ലൈൻ ബീഡ് കൊടുക്കുകയുള്ളൂ. ഫുൾ റൗണ്ട് നമുക്ക് ഇതുപോലെ ഒരു പോയിന്റ് മാറ്റി മാറ്റി ലൈൻസ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഈ ലൈൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ താഴോട്ട് വരുന്ന ഭാഗം കണ്ടോ, ഈ ലൈൻ കൊടുത്ത താഴെ നമ്മൾ ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ ചരിച്ച് ഇതുവരെ മാത്രം വരച്ചാൽ മതി. താഴോട്ട് വരുമ്പോൾ കണ്ടോ, ഞാൻ അല്പം ഇങ്ങനെ സ്പേസ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. കണ്ടത് ഇതുപോലെ ഫുള്ള് നമുക്ക് ട്രേസ് ചെയ്ത് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും അതുപോലെ വരച്ചെടുക്കുമ്പോൾ ഡിസൈൻ ഇതുപോലെ കിട്ടും. ഇതിപ്പോൾ ഫുൾ ഡിസൈനായി. കണ്ടോ, ഇപ്പുറത്തെ സൈഡിലും ഈ 2 ഇഞ്ച് മാറ്റി റൗണ്ട് കൊടുക്കുന്നുണ്ടേ. കണ്ടത് ഈ ഡിസൈനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഷോൾഡർ ഭാഗത്ത് 7 ഇഞ്ച് കൊടുത്തല്ല, അവിടെ നിന്ന് 1 ഇഞ്ച് മാറ്റി താഴോട്ട് ഒരു ലൈൻ കൊടുക്കണം. കണ്ടതാ, ഇങ്ങനെ 1 ഇഞ്ച് മാറ്റി 2 സൈഡിലും ആ കറക്റ്റ് ലെവലിൽ തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ വലിയ സൈസിലുള്ള ഈ ഒരു റിങ് ഇട്ടാണ് ചെയ്യുന്നത്. റിങ് ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടി വരും. കാരണം ബീഡൊന്നും പൊട്ടിപ്പോകാതെ നമുക്ക് ശ്രദ്ധിച്ച് വേണം നമ്മൾ മാറ്റി മാറ്റി വെച്ച് കൊടുക്കാനായിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ റിങ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ റിങ് ഇട്ട് തന്നെയാണ് ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ, സൈഡ് നമ്മൾ 1 ഇഞ്ച് മാറ്റിയാണ് ഈ ആം ഹോൾ ഭാഗത്ത് വരച്ചിരിക്കുന്നത്. അതിൻ്റെ പുറത്തോട്ട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ലൈൻ കൊടുത്തപ്പോൾ ആയിപ്പോയതാണ് കേട്ടോ. നമുക്കതല്ലെങ്കിൽ ഫസ്റ്റ് വരച്ച് വെച്ച ശേഷം നമ്മൾ ആ കണക്കിന് ഇങ്ങനെ വരച്ചു കൊടുത്താലും മതി. ഇത് കണ്ടോ, ഓരോ പോയിന്റ് മാറ്റി ഇതിനിടയ്ക്കുള്ള സ്പേസിൽ 2 ഇഞ്ച് വരെ മാത്രമേ നമുക്ക് ഒരു ലൈൻ ബീഡ് വരത്തുള്ളൂ. ഈ ഒരു 2 ബീഡാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാരി ത്രെഡ് വേണം. ഗോൾഡൻ്റെ സാരി ത്രെഡും ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ സാധാ നീഡിൽ വെച്ച് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം. കണ്ടോ, ഞാനിപ്പോൾ ത്രെഡ് കൊടുത്തിട്ടുണ്ട് നീഡിലിനകത്തോട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരി നീഡിൽ വെച്ചുള്ളത് കാണിക്കാം. ഈ ഫസ്റ്റ് ലൈനിൽ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ നമുക്ക് ബാക്ക് സൈഡിലൂടെ നീഡിലൊന്ന് മേളിലോട്ട് പൊക്കിയെടുക്കണം. അത് കഴിഞ്ഞ് ഒരു ബീഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് കറക്റ്റ് ലൈനിൽ സെറ്റ് ചെയ്ത് വയ്ക്കണം. കണ്ടോ, ആ ബീഡിൻ്റെ ആ കറക്റ്റ് സ്പേസിൽ തന്നെയാണ് താഴോട്ട് ഇങ്ങനെ നീഡിലൊന്ന് കുത്തിയെടുക്കേണ്ടത്. ബാക്കിലൂടെ ഇതുപോലെ ത്രെഡ് വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം ഈ വെച്ച ബീഡുണ്ടല്ലോ, ആ ബീഡിൻ്റെ ഈ ബാക്കിൽ ആ സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റിൽ തന്നെ ഒന്നുകൂടെ നമുക്ക് നീഡിൽ പുറത്തെടുക്കേണ്ടതുണ്ട്. കണ്ടോ, ഇതുപോലെ പുറത്തെടുത്ത് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്ന പോലെ ഇനി ഈ ബീഡിനകത്തൂടെ നമുക്ക് നീഡിലൊന്ന് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് കോർത്തെടുക്കണം. നീഡിൽ വലിച്ചെടുത്ത ശേഷം ഒരു ബീഡ് കൂടെ നമുക്ക് നീഡിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ആ ലെവലിനനുസരിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടൈറ്റ് ചെയ്ത് കൊടുത്ത ശേഷമാണ് അടുത്ത ബീഡ് ഇട്ട് കൊടുത്ത് അതും ഈ ലൈനിൽ കറക്റ്റ് ലെവൽ പിടിച്ച് വയ്ക്കണം. നമുക്ക് ഈ നീഡിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കറക്റ്റ് ലെവലിൽ നമുക്ക് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ആ ലൈനിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഗ്യാപ്പ് ഒട്ടും വരാത്ത രീതിക്ക് നമുക്ക് ഈ ടൈറ്റ് പിടിച്ച് ആ ബീഡിൻ്റെ ആ അളവിന് തന്നെയാണ് നീഡിൽ താഴോട്ട് ഇറക്കി കൊടുക്കേണ്ടത്. ബാക്കിലൂടെ നീഡിൽ ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് ത്രെഡ് കുടുങ്ങിപ്പോകാതെ വലിച്ചെടുക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിൽ നിന്ന് ഒന്നുകൂടെ നീഡിൽ പുറത്തോട്ട് എടുക്കണം. ഈ ബീഡിൻ്റെ എൻഡിലൂടെ ഈ 2 ബീഡിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെയാണ് ഇപ്പോൾ ഈ നീഡിലെടുക്കുന്നത്. കണ്ടത്, ഇതുപോലെ എടുത്ത് ഇപ്പോൾ കൊടുത്ത ബീഡിനകവശത്തൂടെ നീഡിൽ വലിച്ചെടുക്കണം.
കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലപോലെ ബീഡ് അവിടെ ഫിക്സ് ആവും. കണ്ടത് ഇങ്ങനെ വലിച്ചെടുത്ത ശേഷം ഇനി അടുത്ത ബീഡ് നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ലെവലിൽ ബാക്കിലൂടെ നീഡിലൊന്ന് വലിച്ചെടുക്കണം. നീഡിൽ ഇതുപോലെ എടുത്ത ശേഷം ആ ബീഡിൻ്റെ ഫസ്റ്റിലൂടെ കണ്ടോ എടുത്ത് ആ ബീഡിന് അകവശത്തൂടെ തന്നെയാണ് നീഡിൽ തിരിച്ചെടുക്കാനുള്ളത്. കണ്ടോ, അപ്പോഴത്തേക്കും നമുക്ക് ഒരേ കണക്കിന് തന്നെ ബീഡ് ഫിക്സായി കിട്ടും. ഇപ്പം നല്ല ഭംഗിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഫിക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ബീഡിനകത്തൂടെ ഇതുപോലെ നീഡിൽ ഓരോ ബീഡിനകത്തൂടെ എടുത്തെടുത്ത് ഈ എൻഡ് വരെ കൊണ്ടുവന്നാൽ മതി. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ അതുവരെ ബീഡിനകത്തൂടെ ഇതുപോലെ കോർത്തെടുത്ത് കണ്ടത് ഇതുപോലെ ഇടയ്ക്ക് കെട്ടിൻ്റെ ആവശ്യമില്ല, ഒറ്റ ലൈനിൽ ഇതുപോലെ കൊണ്ടുവന്ന് ബാക്കിലൂടെ നീഡിലിറക്കി അകവശത്തൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. നല്ല വലിച്ച് കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ടൈറ്റായിരിക്കും. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് ലെവലായിട്ട് കിട്ടി, നല്ല ഭംഗിയായിട്ട് കിട്ടി ലൈൻ. ഇതേ കണക്കിന് തന്നെ നമുക്ക് ഈ നീഡിൽ വെച്ച് ചെയ്തെടുക്കാം. ബാക്കിൽ കെട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേ നീഡിൽ വെച്ചാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കെട്ടിടേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് അടുത്ത ലൈൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഞാൻ ആരി നീഡിൽ വെച്ചാണ് അടുത്ത ലൈൻ ചെയ്യുന്നത്. കണ്ടോ, ഓരോ ബീഡിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ ബീഡിലും കണ്ടോ ഇതുപോലെയാണ് എടുക്കുന്നത്. 2-3 ബീഡ് ഇടാൻ പാടില്ല, കാരണം ലൂസായിട്ട് കിടക്കും. അതുകൊണ്ട് ഓരോ ബീഡിട്ടാണ് നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാനുള്ളത്. കണ്ടത് 2 ഇഞ്ച് വരെ നമ്മളൊരു റൗണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ 2 ലൈനും കംപ്ലീറ്റ് ആയി. ഇതേ കണക്കിന് അടുത്ത ലൈൻ നമുക്ക് ലെങ്ത് കൂടി വരും. കണ്ടോ, അത് കഴിഞ്ഞ് നമുക്ക് ഈ 2 ഇഞ്ച് വരെ ഇതേ കണക്കിന് കണ്ടില്ലേ, ഇതേ കണക്കിന് നമ്മൾ ചെയ്ത് വരണം. ആരി നീഡിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരൊറ്റ ബീഡ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല ഈസിയാണ് കേട്ടോ. ശരിക്കും ഈ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ ക്ഷമയോടെ ലൂസ് ആവാതെ ഓരോ ബീഡ് വെച്ച് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2-3 ബീഡ് ഒരുമിച്ചിടാതെ ഓരോ ബീഡ് വെച്ച് എടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഈ 2 സൈഡും ഇങ്ങനെ റിങ് മാറ്റിയിട്ട് നെക്ക് ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, നെക്ക് ഭാഗം നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നെക്ക് ഭാഗത്ത് ഈ 2 ഇഞ്ച് മാറ്റി ഒരു ലൈൻ കൂടെ കൊടുത്തതുകൊണ്ട് നെക്ക് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടോ. ഇനി നമുക്ക് ഈ സെൻറ്റർ ഭാഗത്തൂടെ കൊടുക്കാനായിട്ടാണ് ഞാൻ ഈ സെൻറ്റർ ഭാഗത്ത് റിങ് ഇട്ടേക്കുന്നത്. ഇങ്ങനെ റിങ് മാറ്റി ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം, കാരണം ബീഡിൻ്റെ പുറത്തൊക്കെ കയറി ഇങ്ങനെ ബീഡ് പൊട്ടിപ്പോവും. അതൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് റിങ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും വർക്ക് ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്ത് ഒരു പേള് ബീഡ് കൂടെ ഇതിൻ്റെ എൻഡ് ഭാഗത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ ഭംഗിയാവും. കണ്ടില്ലേ, ഞാനൊരു വൈറ്റ് പേളാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊടുത്താൽ ആ പേള് കൂടെ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ നീഡിൽ ഓരോ പേള് കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് നെക്ക് ഭാഗം നല്ല ഭംഗിയായിട്ട് കിട്ടി. ഇനി ഇതേ കണക്കിനാണ് സ്ലീവ് കൂടെ ചെയ്തെടുക്കാനുള്ളത്. സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡിലാണല്ലോ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ട് നെക്ക് ഡിസൈൻ കൊടുത്തത്. ഇപ്പുറത്തെ സൈഡ് കണ്ടോ, സ്ലീവിന് കട്ട് ചെയ്യുന്ന സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവിന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യം ഫോൾഡ് ചെയ്തിട്ട പോലെ കണ്ടോ, ഫോൾഡ് ചെയ്തിട്ടിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്നല്ലേ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന അതേ കണക്കിന് മാർക്ക് ചെയ്ത് സെയിം ഡിസൈൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, അതിലിതാ നെക്കിൽ കൊടുത്ത പോലെ തന്നെ ഞാൻ ഈ പേൾ ബീഡ് കൂടെ ഇട്ട് വരുവാണേ. റിങ്ങിൽ ക്ലോത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ സാധാരണ നീഡിൽ ചെയ്യുമ്പോൾ ത്രെഡും നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് ഈ ബീഡൊക്കെ ഇങ്ങനെ ലൂസായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഓരോ ബീഡായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് കിട്ടും. നമുക്ക് ആരി വർക്ക് അറിയാത്തവർക്കൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം ഇത് ഒരൊറ്റ ഡിസൈൻ അല്ലേ ഉള്ളൂ. കറക്റ്റ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് കമൻറ്റിലൂടെ അറിയിക്കണേ. 2 സ്ലീവ് നമുക്ക് ഇതേ കണക്കിന് തന്നെ ചെയ്തെടുത്താൽ മതി. നല്ല ഭംഗിയില്ലേ സ്ലീവും ഈ ഡിസൈൻ കാണാനായിട്ട്. 2 സ്ലീവും നെക്കും ഒക്കെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കതാ
ഡിസൈൻ ഇതേ രീതിക്ക് കിട്ടും. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്, എന്നാൽ ചെയ്യാനും സിമ്പിളാണ്. കാരണം ഒരൊറ്റ ഡിസൈനല്ലേ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന, അതുകൊണ്ട് ചെയ്യാനായിട്ട് സിമ്പിളാണ്. 2 സ്ലീവും കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ടും കണ്ടോ. സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലല്ലേ അതിൻ്റെ പ്രത്യേക ഒരു ഭംഗി അറിയാനൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.